വീട്ടിൽ ദിവസവും അഗർബത്തി കത്തിക്കാറുണ്ടോ? സിഗരറ്റ് പുക പോലെ അപകടം. മനസ്സിനും ചുറ്റുപാടിനും ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ അഗർബത്തി മിക്ക വീടുകളിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവയുടെ പതിവ് ഉപയോഗം ശ്വാസകോശത്തിന് അത്ര പോസിറ്റീവ് ആയിരിക്കില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അഗർബത്തി കത്തുമ്പോൾ പുറത്തുവരുന്ന കാർബൺ മോണോക്സൈഡും മറ്റ് ഘടകങ്ങളും മുറികളിലെ വായുവിനെ മലിനമാക്കുന്നു. സിഗരറ്റിന്റെ പുക പോലെ തന്നെ അപകടകാരികളാണ് അഗർബത്തികളിൽ നിന്ന് ഉയരുന്ന പുകയും. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ദോഷഫലമാണ് ഒരു അഗർബത്തിയുടെ പുകയെന്ന് ശ്വാസകോശ രോഗ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അഗർബത്തികളുടെ പുക ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയും പ്രായമായവരെയുമാണ്. പ്രത്യേകിച്ച് ആസ്മയോ ദുർബല ശ്വാസകോശമോ ഉള്ളവർക്ക്. അടഞ്ഞ മുറികളിലും മറ്റും നിരന്തരമായി അഗർബത്തിയുടെ പുക ശ്വസിക്കുന്നത് ദീർഘകാല ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD തുടങ്ങിയ ചിലപ്പോൾ ശ്വാസകോശ ക്യാൻസറിന് തന്നെ കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് കൂടുതലും അഗർബത്തികൾ ഉപയോഗിച്ചു വരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇലക്ട്രിക് ദിയകളും വിളക്കെണ്ണകളും ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ആരോഗ്യ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് അഗർബത്തി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലതുപോലെ വായുസഞ്ചാരമുള്ള മുറികളിൽ ഫാൻ ഓണാക്കി ജനാലകൾ തുറന്നിട്ട ശേഷം അഗർബത്തി കത്തിക്കുക. നിങ്ങൾക്ക് അഗർബത്തികൾ കത്തിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ നിലവിലെ രീതികളിൽ ചില ലളിതമായ മാറ്റങ്ങൾ വരുത്തി അധികം ദോഷകരമല്ലാത്ത രീതിയിൽ അവ ഉപയോഗിക്കാം. എന്തൊക്കെയൊന്ന് നോക്കാം. ഉപയോഗം കുറയ്ക്കുക. ചന്ദനത്തിരി കത്തിക്കുന്ന മുറിയിൽ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഫാൻ ഓണാക്കുകയോ ജനാല തുറന്നിടുകയോ ചെയ്യുക. ചന്ദനത്തിരിക്ക് പകരം എസൻഷ്യൽ ഓയിൽ ഡിഫ്യൂസർ ഉപയോഗിക്കാം. കുട്ടികളും പ്രായമായവരും ഉള്ളപ്പോൾ കത്തിക്കാതിരിക്കുക.